അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയാം? പാൽവാഴക്കയാണ്. അപ്പോൾ നമ്മൾ വറാത്ത് രാവൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ രസം പാൽവാഴക്ക ഉണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു മധുര പലഹാരം നല്ലതാണല്ലോ. നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മധുരം കഴിച്ചാലൊരു നല്ലതാണ്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിന് പല പേരാണ്. ഇവിടെയൊക്കെ പറയൽ സാബൂനരി നാടൻ ഭാഷയിൽ കേട്ടോ. അപ്പോൾ ചവ്വരി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ലേശം ചുടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് അവിടെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിക്കിടാം. കഴുകിയിട്ട് ഇതിക്കിടാം കേട്ടോ. ഞാൻ ചുടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അവിടെ വെക്കുക. 5-10 മിനിറ്റ് വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ അത് നമുക്ക് ഈ കഴുകിയ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതൊന്ന് വേവണം. പെട്ടെന്ന് വേവും. നല്ല തിളച്ച പാലിക്കല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒന്ന് ഇളക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം ചെറിയ കഷ്ണാക്കി ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇങ്ങനെ പഴം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലോണം ഇളക്കി ഒരു പരുവത്തിലാവണം. നമ്മൾ അതൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇതിന് നല്ല പഴുത്ത പഴമാട്ടോ വേണ്ടത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതാണ് നല്ലത്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾ പാകത്തിന് ഇടുകയാണ്. അപ്പോൾ നമ്മൾ പാകത്തിന് ഇടുകയാണ്. പിന്നെ പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ പഞ്ചസാര 4 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങളെ മധുരത്തിന് നിങ്ങളനുസരിച്ച് നിങ്ങൾ ഇടുക. ഞങ്ങളൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഏലക്കായ് ഇങ്ങനെ ഒരു പൊടിച്ച രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇളക്കി മിക്സാക്കി വെക്കുക. ഇനി ഒന്നുകൂടി ഒന്ന് തവാണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് വെക്കാണ്. അപ്പം ലേശം കൂടി നവാനുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ ഒന്ന് തിന്ന് നോക്കിയതാണ്. എൻ്റെ കൈ പൊള്ളി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ കൈ പൊള്ളി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കുക. ഇനി നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവരും അത് ഇടുക. ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഇട്ട് കേട്ടോ. ഞങ്ങൾക്ക് അതിലുള്ളത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് ഞങ്ങൾ ഇടല്ല. ഇഷ്ടമുള്ളവരൊക്കെ ഇട്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട്